അല്ല അപ്പൊ എന്താ താളത്തിലൊരു നടത്തം? ആശുപത്രി പോവുക, മുട്ടുംകാലിൻ്റെ ഒരു വേദന സഹിച്ചൂടാ. ഇങ്ങോട്ട് ഈ മുട്ടുംകാലുമായിട്ട് നിങ്ങൾ നടന്നാ പോണേ? നടന്നു പോവല്ലാതെ എൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വരി. അവിടെ ഇരിക്കി. എന്തല്ല മുട്ടുംകാലിന് കഴിയാത്തോടത്ത് ഒന്നല്ല നടന്നു പോയിട്ടേ അത് ഞമ്മക്കൊരു മോശമല്ലേ? തള്ളല്ലേ? അവിടെ ഇരിക്കി. ആശുപത്രിയിൽ കൊണ്ടുപോകണ പരിപാടി ഞാൻ ചെയ്തുതരാം. എല്ലാവരും ഇരിക്കും. തള്ളല്ലേ? അവിടെ ഇരുന്നു വിളിച്ചാ അനങ്ങണ്ട. ഞാൻ പുറേ പോയി വണ്ടി എടുത്തിട്ട് കേട്ടോ. പിന്നെ അതിനിടക്ക് വേറെ ആരും വണ്ടി കൊണ്ടുവന്നായി കയറരുതിട്ടോ. പിന്നെ ഞാൻ എടുക്കണ പണി വെറുതായി പോകും. എന്താ പരിപാടി ഇരിക്കുന്നേ? ആശുപത്രി പോകാൻ ഇറങ്ങിയതാ. മുട്ടുംകാലിന് പെരും വേദന. അത് ശരി. എന്നാൽ ഇവിടെ ഇരുന്നാൽ ആശുപത്രിയിൽ എത്തോ? കയറി വണ്ടിയിൽ ഞാൻ ഇറക്കി തരാം. വേണ്ട, വണ്ടി എടുക്കാൻ ആള് പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഞാനേതായാലും ഫ്രീ ആണ്, എനിക്കൊരു പണിയില്ല. നിങ്ങൾ കയറി. വേണ്ട, ഒപ്പം വരും. ഈ വയ്ക്കോ. എന്നാലേ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ പോരേണ്ടാവും. അല്ല ഇതിപ്പോ ഒറ്റക്ക് ഒരു മീൻ കിട്ടും. വേറെക്കാനൊന്നും കിട്ടിയില്ല. ചൂണ്ടൽ നോക്കാനേ അല്ലിനെ പിടിച്ചാ. അതിന് ചൂണ്ടലിടപ്പോ പോയ മീനുണ്ടോ? മീനുണ്ടോന്നോ? ഇന്നലെ പോയെന്ന് ഒന്നറിയില്ല മീനായി കിട്ടി. വെറുതെ തള്ളല്ല ടൈമോ? എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് കേട് പോര്. ഇന്നലത്തെ മീൻ കറി ഇപ്പോഴും ഇടവാക്കി. അങ്ങനെ ഉണ്ടോ? എന്നാ ചൂണ്ടലിന്റെ ഞാനുണ്ട്. ഓര് ചൂണ്ടൽ നോക്കാൻ അതിന് പരല് വേണ്ടേ? എന്നിട്ട് ഇറങ്ങി. എപ്പോ ഇറങ്ങിയത് ചോദിച്ചാൽ മതി. പിടിച്ച് ഇടക്കിടക്ക് പണിക്കൊക്കെ എടുക്കണം. അവിടെ അമർത്തി പിടി. അമർത്ത്. രണ്ടെണ്ണം ഉണ്ട്. അത് ശരി. ഇതിൽ അത്യാവശ്യം വരലുണ്ടല്ലോ. ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഇതെടുത്തിട്ട് പുഴയിലേക്ക് നടന്നോ. ഞാൻ പുറേ പോയിട്ടേ ചൂണ്ടലെടുത്തിട്ട് വരാം കേട്ടോ. അതാ വന്നോ. എങ്ങടെ ചങ്ങാച്ചി പായണേ? ചെരുപ്പ് തന്നെ കാൽമേടാണല്ല, കൈമേടാനല്ല. പുഴയിൽ ചൂണ്ടലിടാൻ പോവാ. ഈ വന്നോ? ചൂണ്ടലിടാനോ? കക്കാടംപോയിൽ പോയി കുളിക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. തന്നെ ഇപ്പൊ തന്നെ പോവാ? ഞാൻ പുറേ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടോ. കുളിക്കാൻ പോവല്ലേ, ഇത് മതി. ആര് കാണാൻ? എന്നാ പോലെ ഞാനുണ്ട്. മുടി ഇവിടെ ഇരിക്കട്ടോ. ഞാൻ പേരി പോയി പേസ് എടുത്തിട്ട് ഇപ്പൊ വരാം. ഓക്കെ കുഞ്ഞുട്ടി പോയല്ലോ. അവിടെ തന്നെ ഇരിക്കാണ്ടാവും. അന്നങ്ങൂല നോക്കോളി. എന്തൊക്കെ അവിടെ ഇരിക്കണേ? ആശുപത്രി പോകാൻ ഇറങ്ങിയതാ. എന്നാ കയറിക്കോളി, ഞാൻ ആക്കി തരാം. വേണ്ടേ, ഉദാഹരണം ആളിപ്പോ വരൂ. ഇതാ പോയിക്കോ. കുഞ്ഞുട്ടിയെ ഏടാണ്? ഞാൻ കക്കാടംപോയിൽ പോവാ. അയ്യൻ്റെ ഏട്ടാ, ഈ പുറപ്പെട്ടോ? ഇല്ല, പുറപ്പെട്ടില്ല. പുറപ്പെടാൻ ഒരുങ്ങ. നല്ല ബോട്ടിയും പൂളി ഉണ്ടായി. എന്റെ ഓരി വെട്ടിയില്ല. തന്നെ എന്നാ തീർക്കല്ലോ. ഞാൻ പത്തോണ്ട് അവിടെ എത്തു. വേഗം ഇങ്ങോട്ട് വന്നോ, അത് തീരണേ മുമ്പ്. ഞാൻ ഇതാത്തിട്ടോ കളയല്ലേ. എങ്ങനെയാടാക്കോ ഈ വാക്ക ഞാൻ ഈ പോയിക്കോ. എന്നെ കൊണ്ടുപോകാൻ വണ്ടിയായിട്ട് ആളിപ്പോ വരും. തന്നെ എന്നായിക്കോട്ടെ, ഞാൻ പോവാട്ടോ. ആയിക്കോട്ടെ. എങ്ങട്ടാ? ഞാനൊരു സിനിമക്ക് പോയി. ഈ വരുന്നു. അല്ല, ഞാനേ കക്കാടംപോയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരും. അതിൻ്റെ അടുത്ത് ബോട്ട് കിട്ടി.
അത് നല്ലോണം തട്ടിക്ക് വരിക. എന്ത് കക്കാടും പോയില്ലടാ. ഈ സിനിമ ഏതാ ഈ വേണേ കയറിക്കോ, ഞാൻ എന്നാലും പോവാ. ഓക്കെ, നല്ല സിനിമ കേറുന്നത് പോകുമ്പോഴേ എൻ്റെ പുറൻ്റെ അടുത്ത് നിർത്തി ആയിക്കോട്ടെ. ഡ്രസ്സ് ഒന്ന് മാറ്റിയാൽ വേഗം വേണം. അങ്ങനെ കേട്ടോ. കാര്യം ഇവിടെ പിന്നെ ഡ്രസ്സ് ആയിട്ട് വേഗം വാ. ഒറ്റ മിനിറ്റ് ഉണ്ണിയെടുക്കാം. നേരെ പറ്റിട്ടേ സാധാരണ നേരം ഉണ്ടാവല്ലോ. വന്നതാ ഒറ്റ മിനിറ്റ്. വേഗം പാഞ്ഞോട്. പോലെ പോലെ വാ, വേഗം വാ. പോ മാറ്റി ഇറങ്ങാൻ നോക്കി ഭയങ്കര ടോയ്ലറ്റ് പോകുന്നു. വിട് വിട് വിട്. അല്ല ഇതെന്താ കഥ? നിങ്ങൾ ഇനിയും പോയില്ലേ? ആ ചങ്ങായി ഇതുവരെ വന്നില്ലാന്ന്. അല്ല ഏതാണ് ആ ചെങ്ങായി? നമ്മൾ ആ പുതിയോട്ടിലെ കുഞ്ഞുട്ടി. അല്ല നിങ്ങൾ ഓനെ കാത്തിക്കുന്നേ. നിങ്ങൾ കയറിയാണ് വണ്ടിയിൽ, നിങ്ങൾ ഞാൻ ഇറക്കി തരാം. അത് ഓനെ മനസ്സിലായില്ലേ? കുഞ്ഞുട്ടി അറിഞ്ഞോണ്ടാരി പറ്റിക്കൂല. പക്ഷെ ഓനക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചാലേ ഓരോ കൂടെ അങ്ങോട്ട് പോകും. ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഏറ്റെടുക്കും, ഒന്നും ചെയ്യൂല. ഹലോ, ആ കുഞ്ഞുട്ടി നീ ഇപ്പോൾ ഉള്ളത്? ആ ശരി. കുഞ്ഞുട്ടി ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്കറിയാം? ഓൻ തിയേറ്ററിലെ സിനിമ ആണ്. അങ്ങനത്തെ ഓനെ നിങ്ങൾ ഇങ്ങനെ കാത്തുക. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാത്തുന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ ഇരിക്കണേ? ഒരു ഗുളിക വാങ്ങാണ്ടായിരുന്നു. ശ്വാസം മുട്ടിയിട്ട് നടക്കാനും പേജ, പോകാനും ആരുമില്ല. അത് ശരി. എന്നാ അതൊക്കെ നമ്മളോടൊന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങൾ ആ ഷീറ്റ് ഇങ്ങോട്ട് തരി. ഗുളിക ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. നിങ്ങൾ പുറേ പോയിക്കോളി. ഗുളിക ഞാൻ അങ്ങോട്ട് എത്തി കേട്ടോ. മാനക്കാ പോരേക്കല്ലേ? കറിക്കോളി. അന്നെ കണ്ട് നന്നായി. ഇതൊന്നിന്റെ പരേ കൊടുക്കുവോ? അല്ല നിങ്ങൾ അങ്ങട്ടാ. എനിക്കൊരു കല്യാണം ഉണ്ട്. ഇപ്പോഴാ വിളിച്ചു പറഞ്ഞു പച്ചക്കറി മീനും കൊടുത്തേക്കാൻ. ഇപ്പൊ തന്നെ നേരം വൈകുന്നു. ഇതൊന്ന് പരേ കൊടുത്തോളാം. ഓ അത് ഞാൻ കൊടുത്തോളാം. നിങ്ങളെങ്ങനെ പോണോ കല്യാണത്തിന്? കല്യാണത്തിനൊക്കെ പുതിയപ്പളുടെ ബസ് വരുന്നുണ്ടേ. ശരി. ഇപ്പൊ തന്നെ കൊടുക്കട്ടോ. ഉച്ചക്കുള്ളേ ചോറ്റക്കുള്ള കൂട്ടാനും മീനൊക്കെയാണ്. എന്താ മാനക്ക നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? കുഞ്ഞുട്ടിയായിട്ട് തന്നെ. അന്നെപ്പറ്റി നല്ല പേരാണല്ലോ ഇവിടെ. ആക്കിയതാണല്ലേ? ശരി എന്നാല്. ഹലോ, കുഞ്ഞുട്ടിയല്ലേ? ആ എന്താ മൂത്താപ്പാ? നീ എവിടെയുള്ളത്? ഞാനേ ഹുസൈനാക്കൊക്കെ ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിലാ. അന്ന് ഞാനൊരു കാര്യം ഏൽപ്പിക്കാൻ മറന്നുപോയോ? 4-5 മനുഷ്യന്മാർ അന്യം കാത്ത അവിടെ നിൽക്കുകയാണ്. എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറയും, വേറെ ആളെ ഏൽപ്പിക്കാം. അല്ലാ, പറ്റ മറന്നുപോയി. ഓല് പോയാലേ 1 മാസത്തിന് പിന്നെ ഓല കിട്ടൂല. എനിക്കിപ്പോൾ അവിടെ പോകാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം, ഈ മരുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉടനെ നടത്താം. എന്നാ ഇപ്പം തന്നെ പോയിക്കോ, ഇനി വിളിക്കാൻ ഇടവരുത്തരുത്. ഹുസൈനാക്ക താങ്കൾ പറഞ്ഞ മീനും പച്ചക്കറിയും എടുത്തേച്ചാലേട്ടാ. ആ അതാ മാനൊക്കെ തരാൻ പറഞ്ഞ ഞാൻ പോയിട്ടാ. ഇല്ല ചങ്ങന്മാരെ, കാത്തുക്കാനൊന്നും സമയമില്ല. ആദ്യം എത്തണ 3 ആൾക്ക് തീ കയറാം. അല്ലാത്തവര് ബാക്കിലെ വണ്ടി കയറിക്കോളേ. എന്നാ പോവല്ലേ? നിങ്ങൾ കയറിയിരിക്കേ. 2-3 ആളോടി എത്തിയാലേ നമുക്ക് പോവാം. ആ എന്താപ്പാ? ഞാൻ എന്നോട് എന്ത് വാങ്ങിക്കൊണ്ടുവരാനാ പറഞ്ഞത്? പച്ചക്കറി മീനും അതവിടെ എത്തിയില്ലേ? പച്ചക്കറി മീനൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഒരു പാക്കറ്റ് ഗുളിക ഇവിടെ എത്തിയിരുന്നു. ഗുളികേ?
ഞാൻ പച്ചക്കറി മീനും കുഞ്ഞുട്ടിന്റെ കയ്യിൽ ഇപ്പം വാങ്ങിയാൽ കൊടുത്തേച്ചിട്ടല്ലേ ഉള്ളൂ. കുഞ്ഞുട്ടിൻ്റെ അടുത്ത് സാധനം കൊടുത്തയച്ച എന്നെയാണ് ആദ്യം ചവിട്ടണ്ടി. ഈ ഒരു കാര്യം ചെയ്യുക, ഒരു കുപ്പി ടോണിക് കൂടി ഇങ്ങോട്ട് കൊടുത്തയക്ക്. എന്നാ ഉച്ചക്ക് അത് കൂട്ടി ചോർന്നാലോ. ഈ ചങ്ങായിനെ കൊണ്ട് കുടുങ്ങിയല്ലോ. ആ മാനൊക്കെ പറയും. അല്ല കുതിരകണാരാ, എൻ്റെ അടുത്ത് ആ പച്ചക്കറി മീനല്ലേ കൊടുത്തേച്ചത്? ഇജിന്റെ പുരയെ കൊണ്ട് ഗുളികം മരുന്നാ കൊടുത്ത്. അടച്ചോനെ, ഗുളിക നിങ്ങളെ വീട്ടിലാ കൊടുത്ത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പച്ചക്കറി മീനും ഞാൻ ഹുസൈനാക്കാന്റെ വീട്ടിൽ കൊടുത്തിന്. എന്നാലേ വേഗം ചെന്നേ ആ പച്ചക്കറി മീനിന്റെ പുരയെ കൊണ്ടേ കൊടുക്ക്. അല്ല ഇപ്പം നടക്കൂല, ഞാനൊരു ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഹുസൈനാക്കാനെ വിളിച്ചിട്ട് ആ പച്ചക്കറി മീനും നിങ്ങളെ വീട്ടിൽ കൊടുക്കാൻ പറയും. എന്നിട്ട് ഗുളികയും വാങ്ങി അവിടുന്ന് പോകാലോ. അല്ലെങ്കിൽ നിങ്ങൾ വാപ്പാനെ വിളിച്ചിട്ട് ആ ഗുളിക ഹുസൈനാക്കാന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറയും. എന്നിട്ട് പച്ചക്കറി വാങ്ങി വാപ്പ പോയിക്കോട്ടെ. എന്തേ? അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ പുരക്കാരെ വിളിച്ചിട്ട് എല്ലാവരോടും ഹുസൈനാക്കാന്റെ പുര ചെല്ലാൻ പറയും. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് അവിടുന്ന് കഴിക്കാം. അപ്പൊ നിങ്ങൾ കൊടുത്ത പച്ചക്കറി കൊണ്ട് 2 കുടുംബത്തിന്റെ വിശപ്പ് മാറല്ലോ, നാട്ടുകാർ തമ്മിലുള്ള സൗഹൃദം പങ്കുവെക്കലുമായി. എങ്ങനെയുണ്ട് ഐഡിയ? കുഞ്ഞുറ്റേ വെക്കല്ലേ. ഐ ചങ്ങായി, കുഞ്ഞുട്ടി ഇങ്ങളി നേരാക്കില്ലേ? അല്ലാ, ആ ചങ്ങായി വല്ലാത്തൊരു സാധനം കേട്ടോ. നമ്മളിനി ഓനെ പിടിച്ച് ചീത്ത പറഞ്ഞു നോക്കി. അപ്പണ്ട് വന്നിട്ടൊരു കെട്ടി പിടിക്കല്, എന്നിട്ടൊരു ഉമ്മ തരല്, ചിലപ്പോ നമ്മളവിടെ സോപ്പിട്ട് മയക്കും. പിന്നെ ചീത്ത പറയാനൊന്നും തോന്നൂല. ശരിക്കും എന്നെ മൂക്കടിച്ച് കലക്കാൻ വേണ്ടി വല്ലാത്ത മനുഷ്യൻ തന്നെ. ഈ മനസ്സിനായ വാക്കിനൊരു വില വേണ്ടേ? അതിനിപ്പോ എന്തുണ്ടായതെന്നോ എനിക്കൊന്നും അറിയില്ല. ആ പച്ചക്കറിന്റെ ഗുളികന്റെ പ്രശ്നത്തിന് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചൂടാണ്. അതിനുള്ള പരിഹാരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നില്ലേ? അത് കേൾക്കാൻ അങ്ങക്കാവൂല. അതിന്റെ ഒരു പരിഹാരം നിർത്ത്. ഈ നല്ല ആളാ. കഴിഞ്ഞ ആഴ്ച എന്നെ കൂട്ടാത്ത കൂട്ടി പോയില്ലേ? അന്നെ കൂട്ടി ഞാൻ എവിടേക്കും പോയില്ലാന്ന് തീരുമാനിച്ചാ. അതെന്താ അങ്ങനെ ഒരു തീരുമാനം? അത് ഞാൻ പറയണോ? ഞാൻ ആരോടെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കല്ലോ. ഇന്നെ തന്നെ എത്ര പ്രാവശ്യം വണ്ടി കയറ്റിന് നിങ്ങൾക്ക് കേൾക്കണോ? കഴിഞ്ഞ ആഴ്ച ടൂർണമെന്റിന് ഗോളിക്കാന്നും പറഞ്ഞ് ഞമ്മളെയും പറ്റേ. ആ എന്നിട്ടാ കളി എന്തായി? ആ കളി എന്തായിരുന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട നിങ്ങള്. അതിൽ നമ്മളങ്ങോട്ട് തോറ്റ് അതന്നെ ഉണ്ടായത്. തോറ്റോ? ആ. കണ്ടോ, ഇതന്നെയാണ് എന്നെ ഒടുക്കും കൊണ്ടുപോകാത്തത്. കഴിഞ്ഞ പ്രാവശ്യം കക്കാടംപോയിൽ പോവാന്ന് പറഞ്ഞിട്ട് ജിന്നെ കുറെ വണ്ടി കയറ്റി. അതിന് ശേഷം എനിക്കൊരു ബോട്ട് ഇട്ടിയപ്പോ അതിന്റെ ഒപ്പാണ് പോയി. കഴിഞ്ഞതൊക്കെ മറക്കതോ? അതൊക്കെ മനസ്സുകൊണ്ട് ഇല്ലല്ല, മറിഞ്ഞില്ല. ആയിക്കോട്ടെ, കഴിഞ്ഞതൊക്കെ മറക്ക്. ഇപ്പൊ ഞങ്ങളൊരു ടീം കടലുണ്ടി പോകുന്നുണ്ട്. ഇജ്ജ് പോരുണ്ടാ? കടലുണ്ടിക്കോ? ഈ എന്തൊരു ചോദ്യമാണ്. ഞാൻ റെഡി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. അതിന് സമ്മതിച്ച്, ഞാൻ പുറപ്പെട്ട് തന്നെ കൂട്ടിക്കോ. അപ്പൊ ഞാൻ ചെയ്യണ്ടേ? എന്നാ ഇജ്ജ് വിട്ടോ മോനെ. പോട്ടെ. ഇങ്ങോട്ട് ആ പോവല്ലേ? പോവാ. ഞാനേ ഈ കള്ളി തുണി മാറ്റിയിട്ട് പെട്ടെന്ന് വരാം. കുഞ്ഞുട്ടി ഇജ്ജ് തുണി മാറ്റാൻ പോയാ ഇജ്ജ് വേറെ ആരെങ്കിലും ഒപ്പം പോകും. എന്ത് വർത്താനം അദ്വജി പറയണേ? എന്നാ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ്. എന്തിനാ 5 മിനിറ്റ്? ഇതാ വന്ന്. എന്നാ വേമ്പാ. ഓ പാടച്ചോനെ, എന്റെ നാട്ടിലെത്തി. എന്തൊക്കെ പരിപാടി ഉണ്ടേനി. അല്ല ജീപ്പ് അങ്ങനെ പോണേ? ഞാനേ ഫ്രണ്ടിന്റെ വീട്ടിക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പോവാണ്. അതേടെ? അതിവിടെ ഈ ആലുചോട്ടില്. അവര് നടന്നു പോവാ? നടന്നല്ല, അങ്ങാടി പോയ ഓട്ടോറിക്ഷ അധികം കിട്ടുമല്ലോ. ഓട്ടോറിക്ഷക്കൊന്നും പോണ്ട. ഒരു 2 മിനിറ്റ് വിടക്ക്, ഞാൻ പുര പോയി ബൈക്ക് എടുത്ത് വരാം. ഞാനാക്കി തരാം. അതൊന്നും വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഈ അതിന് ബുദ്ധിമുട്ടാവൊന്നും വേണ്ട. എന്ത് ബുദ്ധിമുട്ട്? ഒരു 2 മിനിറ്റ് വിടക്ക്, ഞാൻ പെട്ടെന്ന് വരാം പോയിട്ട്. കുഞ്ഞുട്ടിയെ ഇത് സ്വയിപ്പാക്കലട്ടാ, വേം പാട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. ഇല്ലടോ, 2 മിനിറ്റ്. ഇവിടെ തന്നെ നിൽക്കട്ടോ, അനങ്ങല്ലേ. എന്താ കുട്ടിയിലേക്ക് അവിടെ ഇരിക്കണേ? പുഴയിലേ മീന് തീറ്റട്ടിരുന്നു, ഞാൻ അത് കുടിച്ചണം. ഇപ്പോഴത്തെ മീനൊന്ന് തീറ്റിട്ട് കൊടുത്തിട്ട് കാര്യമില്ലാക്കാ, ഒക്കെ ന്യൂജൻ മീനാ. കാര്യം ഉണ്ടോ ഇല്ലേ എന്നില്ലൊന്നും ജിന്നെ പഠിപ്പിച്ചണ്ട. ഞാൻ അത് ഇന്നും നിലയും തുടങ്ങിയൊന്നല്ല. ഒരു ന്യൂജൻ മീന്. അല്ല കാക്ക, ഞാൻ പോരണോ? ഈ പോരിനോടൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവിടെ എത്തിയിട്ട് ചൊറിയനെ വർത്താനം പറയരുത്. എനിക്ക് കേട്ടൂടാ, നട്ടപ്പിരാന്താണ്. ഇല്ലല്ല, ചൊറിയുന്ന വർത്താനം ഒന്നും ഞാൻ പറയില്ല. എന്നാ പോര്. ചൊറിയാത്ത വർത്താനം പറയാലോ അല്ലേ? ഈ സാധാരണ ചൊറിയനെ വർത്താനം പറയലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. കുറെ കാലം നിങ്ങളിപ്പോ മീൻ പിടിക്കാൻ പോരെന്ന് വിചാരിക്കും. കേറിയാ അവിടെ നടക്ക്, അവിടെ അറ്റത്ത് വേണം തുഴഞ്ഞോട്.
നിങ്ങളെന്താ നിൽക്കണ്? ഈ സാധനം ഒന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കുഞ്ഞുട്ടി ബൈക്ക് കയറ്റാൻ അറിഞ്ഞിട്ടുണ്ട്, ഓനെ കാത്തിരിക്കുക. നീ വണ്ടി എടുത്തോളേ, എനിക്ക് തിരക്കില്ല, ഞാൻ ഫ്രീ ആണ്. വേണ്ട, കുഞ്ഞുട്ടി വരുമെന്ന്. നിങ്ങൾ ഈ താക്കോല് പിടിച്ചാണ്, എനിക്കിന്ന് വണ്ടിന്റെ ആവശ്യമില്ല, പോകാനുള്ളതൊക്കെ പോയി പോരെ. വേണ്ടാന്ന്. ഈ ബൈക്കോ, കുഞ്ഞുട്ടി വരും. ഓൻ 2 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞാണ്. ഈ ബൈക്കോ, കുഞ്ഞുട്ടി വരൂ കേട്ടാ. ആവശ്യം ഉണ്ടാകുമ്പോ വിളിച്ചോളിട്ടാ. ആയിക്കോട്ടെ. അടക്ക്, എന്താ പ്രശ്നം? എങ്ങോട്ടാ കൊണ്ടുപോണേ? നിങ്ങളെ പെട്ടെന്ന് പെരേന്ന് മാറ്റാൻ വേണ്ടിട്ട് നിങ്ങളെ ഫ്രണ്ട്സ് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതാ. ഒരേന്ന് മാറ്റാ എന്തിന്? അപ്പൊ പ്രശ്നം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. ഇതെന്താ, ഇത് ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ല. നല്ലോണം ഒന്ന് നോക്കി. ഇതാരാ? ശരിക്കും മനസ്സിലാവണില്ലല്ലോ. നമ്മളെ കുട്ടിയാലൊക്കെയാണ്. കുട്ടിയാലൊക്കെ മൂപ്പരെന്തിനാ വെള്ളത്തിൽ മുങ്ങി കിടക്കണ? മരിച്ചു കിടക്കാണ്. മരിച്ചു കിടക്കേ? എങ്ങനെ? എപ്പോ? എങ്ങനെ എപ്പോന്നുള്ളത് നിങ്ങളാ പറയണ്ടേ. ഞാനോ? ഞാനെങ്ങനെ പറയാ? നിങ്ങളാണ് കൊന്നതെന്നുള്ളത് നാട്ടിലൊരു സംസാരം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് പെരേന്ന് മാറ്റാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത്. പഠിച്ച തമ്പുരാന്, ഞാൻ എന്തൊക്കെ കേക്കണേ? ഇന്നലെ നിങ്ങൾ രണ്ടാളും തോണിയിൽ പോകുന്നത് കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടികളൊക്കെ പെരയിലെത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞാനാ കൊന്നതെന്നാ? മൂപ്പര് മീൻ പിടിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോണതല്ലേ? അതിൻ്റെ അടുത്ത് പലതും സംഭവിച്ചൂടെ? അതൊന്നും എനിക്കറിയില്ല കുഞ്ഞുട്ടിയാക. ആൾക്കാർ പറയണതാണ് ഞാൻ പറയണത്. ശരിക്കെന്താ സംഭവിച്ചേ? എടാ, ഞാൻ ഇന്നലെ മൂപ്പര് മീൻ പിടിക്കാൻ പോകുമ്പോൾ മൂപ്പര് തോണി കയറി. എന്നിട്ട് മീൻ പിടിക്കാൻ ഞാനും കൂടി. മൂപ്പര് ആളൊരു ചൂടനാണെങ്കിലും ഞങ്ങൾ പല തമാശയും പറഞ്ഞ് ചിറിയും കളിയായിട്ടാണ് മീൻ പിടിച്ചത്. നല്ലോണം മീനും കിട്ടി. എനിക്ക് കുറേ മീൻ മൂപ്പര് തന്ന്. അത് കഴിഞ്ഞ് തോണി കരയെ കെട്ടി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാ പുരയൊക്കെ മടങ്ങിയത്. പിന്നെ എന്തർത്ഥത്തിലാണ് ഞാൻ മൂപ്പരെ കൊന്നെന്ന് പറയണത്? നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമായി. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കണ്ടേ? ജനങ്ങൾ പറയണത് മൂപ്പര അവസാനം കണ്ടത് നിങ്ങളെപ്പോഴാണെന്നാ. പഠിച്ച തമ്പുരാന്. കുഞ്ഞുട്ടിയാക്ക, നിങ്ങൾ വിഷമിക്കണ്ട. ഒരു തെറ്റും ചെയ്യാത്ത ഞാനെങ്ങനെ ഇതിലൊക്കെ പോയി പെട്ടത്? ഹലോ, നിങ്ങളെടയില് ഞങ്ങളിവിടെ കുന്നിന്റെ മുകളിൽ കുറ്റിക്കാട്ടില്ല. ആൾക്കാരെങ്കിലും കാണുന്ന സ്ഥലത്താണോ ഉള്ളത്? ഇല്ല, ആരും കാണൂല. അവിടെ തന്നെ നിന്നാ മതിട്ടാ, ഒരു നിലക്കും പുറത്തിറങ്ങരുത്. ശുക്കൂറേ, ഞാൻ കുഞ്ഞുട്ടി എടുത്ത് ഫോൺ ഇട്ട് വാങ്ങിയ അത് സ്വിച്ച് ഓഫ് ആക്കിയടാ. ആയിക്കോട്ടെ, ശരി. നിങ്ങൾ ഈ പരിസരം വിട്ട് എങ്ങോട്ടും പോകരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇങ്ങോട്ട് തരും. എന്റെ ഫോൺ എന്തിനാ എനിക്ക്? പോലീസുകാർ ട്രേസ് ചെയ്ത് നിങ്ങളെ പിടിക്കാൻ വരൂലേ? ഫോൺ നിങ്ങളെ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൊക്കേഷൻ നോക്കി പോലീസുകാർ നിങ്ങളെ പൊക്കും. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ ഒളിവിൽ നിൽക്കേണ്ടി വരും. ഇപ്പം പോലീസിന് പിടിയെടുക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ പോലീസിന്റെ കയ്യിൽ പെട്ടാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റം താനെ സമ്മതിക്കേണ്ടി വരും. നിങ്ങളെ തടി കേടാവും ചെയ്യും, നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ മാനം പോവുകയും ചെയ്യും. പിന്നെ എത്ര കൊല്ലാണ് അകത്ത് കിടക്കുക എന്നുള്ളത് പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. അതിനൊക്കെ കേസിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ കൊണ്ടുവന്നിട്ട്. അധികം ആലോചിക്കാൻ സമയമല്ല. ആ ഫോൺ ഇങ്ങോട്ട് തരും. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളുണ്ട്. വെള്ളവും ഭക്ഷണവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ശുക്കൂറേ, ഇടയ്ക്ക് വരണട്ടോ. ഓ, ഞാൻ വരണ്ടേ. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി. എന്തായി? കുഞ്ഞുട്ടിയാക്കാകെ പേടിച്ചിരിക്കാണ്. മുലോത്സവമൊക്കെ ഉണ്ട്. പാവണ്ടല്ലേ? ഈ ഓനെ സമാധാനിപ്പിച്ചിട്ടാ. ഞാൻ പരമാവധി സമാധാനിപ്പിച്ചു. ഇനി ഞാൻ പോവില്ല. നിങ്ങൾ ആരോ പോയിക്കോളി. ഞങ്ങൾ ആരും പോവില്ല, ഈ എന്നെ പോയാൽ മതി. അതല്ലേ അതന്നെ നല്ലത്.
എന്നെ പോയാൽ മതി. കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. ഞങ്ങൾ പോയാലേ മൊത്തം പ്രശ്നമാവും. ഈ ഒരു കാര്യം ചെയ്യേ, ഈ ആടെ ചെന്നിട്ട് എൻ്റെ ഫോൺ എടുത്ത് കുഞ്ഞിൻ്റെ അയ്യൂർ വാട്സപ്പ് തുറന്ന് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് അവന് കേൾപ്പിച്ചു കൊടുക്കുക. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും വോയിസ് അതിൽ പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ആ വോയിസ് കേട്ടാൽ തന്നെ ഓൻ്റെ എല്ലാ വിഷമം തീരും. അത് വളരെ കറക്റ്റാ. ഇനിയോട് നിൽക്കണ്ട, ഏടെ വിട്ടോ. ചെലി. പിന്നെ എൻ്റെ ബാക്കി കാര്യമായിട്ട് അവനെ സമാധാനിപ്പിച്ചാലുണ്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. അയ്യാ നല്ലോണം സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് കരയാണോ വേണ്ടേ ചിരിക്കുകയാണോ വേണ്ടേ ഒരു പിടുത്തം കിട്ടില്ല. എന്തായി? എൻ്റെ വാട്സപ്പാ, ഇതൊന്ന് കേട്ടു നോക്കി. പ്രിയ സുഹൃത്തുക്കളെ, വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കുഞ്ഞുട്ടി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കുഞ്ഞുട്ടിൻ്റെ നമ്പറിലേക്ക് ആരും വിളിക്കരുത്. നമ്മൾ അവനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എവിടെയെന്നൊന്നും ആരും അന്വേഷിക്കേണ്ട. തൽക്കാലം പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി മാറ്റി നിർത്തുക. സുഹൃത്തുക്കളെ, കുഞ്ഞുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ലെങ്കിലും സാഹചര്യ തെളിവുകളൊക്കെ അവനെതിരാ. പോലീസും കോടതിയൊക്കെ സാഹചര്യ തെളിവുകൾ അനുസരിച്ചാണല്ലോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ അടിസ്ഥാനത്തിൽ കുഞ്ഞുട്ടിക്ക് എന്ത് സംഭവിച്ചാലും നമ്മളൊക്കെ കൂടെ ഉണ്ടാവണം. എല്ലാവരുടെ വോയിസും ഞാൻ കേട്ടു. കുഞ്ഞുട്ടി നിരപരാധിയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ തന്നെ അറിയില്ലേ, നമ്മളെ മുന്നിൽ മാന്യന്മാരായി നടന്നില്ല ഇത്ര ആൾക്കാരിപ്പോൾ ബലാത്സംഗ കേസ്, കൊലപാതക കേസ്, അതുപോലെ തന്നെ പിന്നെ കഞ്ചാവ് കേസിലൊക്കെ പെട്ടിയായിട്ട് അകത്ത് കിടക്കല്ലേ. കുഞ്ഞുട്ടിനെ ഞാൻ സംശയം പറയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെയായിട്ട് അപ്പടി വിശ്വസിക്കണ്ടെന്ന് പറയാം. ചെന്നൈമാരെ, നിങ്ങളിട്ട വോയിസ് ഒക്കെ വേറെ കുഞ്ഞുട്ടി കേട്ടാണ്ടല്ലോ, അവൻ പേടിച്ചു മരിച്ചു. എന്ത് തലിമാലും ഇല്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞത്. എത്ര ഒളിച്ചിരുന്നാലും സംശയിക്കണ പ്രതിനെ പോലീസ് പൊക്കുന്നുള്ള ഉറപ്പല്ലേ. അഥവാ കുഞ്ഞുട്ടിനെ പൊക്കിയാല് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്ന പണിയാ നമ്മൾ നോക്കണ്ടേ. നമ്മുടെ നാട്ടിലെ എല്ലാരും കണ്ണിലുണ്ണിയാണ് നമ്മുടെ കുഞ്ഞുട്ടി. എങ്ങനെങ്കിലും ആ കഴിച്ചിലാക്കാം. കുറച്ച് വെള്ളം വേണം. ആ, അത് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നേരാം. ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫോൺ നിങ്ങൾ കൈ വെച്ചോളി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ഹലോ, എന്തായി? കുഞ്ഞുട്ടി, ഈ വേജാറാകൊന്നും വേണ്ട. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. കുറച്ച് പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ. അഥവാ തന്നെ ചിലപ്പോൾ പോലീസ് പൊക്കിന്നൊക്കെ വരും. ചിലപ്പോൾ ചെറുതായൊരു മേലൊക്കെ വേനാക്കിയെന്നും വരും. എന്നാലും ഇജ്ജ് കുറ്റം സമ്മതിക്കരുതേ. കുറ്റം സമ്മതിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിടും. എന്തൊക്കെ സംഭവിച്ചാലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ജാമ്യത്തിലിറക്കും. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി ഇബ്രാഹിം. ഈ കുറ്റിക്കാട്ടിൽ വെള്ളവുമില്ല ഭക്ഷണമില്ല, ആകെ കുടുങ്ങിയത്. അല്ലോ, ഹലോ. അന്നെ ഇവിടെ കൊണ്ടേ കുച്ചിട്ടൊക്കെ സുക്കൂറേ. അന്നോട് രാവിലെ ഞാൻ പറഞ്ഞിനി ആ വളത്തിന്റെ ചാക്കയ്ക്ക് വാഴത്തോട്ടത്തേക്ക് വരാൻ പറഞ്ഞു എന്നോട്. ഇത് സുക്കൂറല്ല. സുക്കൂറല്ലേ? സുക്കൂറിന്റെ മോൾക്കെല്ലാം വിളിച്ച് രജതാ നമുക്കേ. ഇത് കുഞ്ഞുട്ടിയാ. കുഞ്ഞുട്ടിയോ? എന്നാ മോനെ സുക്കൂറിന്റെ അടുത്താ. താരാ? ഇത് പുളിമുട്ടിലെ കുട്ടിയാലി. കുട്ടിയിലൊക്കെ എന്തേ? തെളിവിന് ആധാർ കാർഡ് ഹാജരാക്കണോ? അപ്പൊ നിങ്ങൾ മരിച്ചില്ലേ? മരിച്ചേ? ഞാനോ? ഇജെന്താ തലിയും വാതിലില്ലാത്ത വർത്താനം പറയുന്നത്? കഞ്ചാവ് പഠിച്ചു. കുട്ടിയിലേക്ക് സത്യം പറയും. ഇത് നിങ്ങൾ തന്നെയാണോ? അതോ കുട്ടിയിലേക്കൻ്റെ സൗണ്ടിൽ വേറെ ആരോ മിമിക്രി കളിക്കാണോ? മിമിക്രി കളിച്ചേ? എത്താമോ എന്താ ജീ പറയുന്നത്? ഇന്നലെ നമ്മൾ തോണി പോയി മീൻ പിടിച്ചിട്ട് പോകുന്നത്. ഇങ്ങോട്ട് ഞാൻ മരിച്ച അറിയില്ലേ? എന്നാ കുട്ടിയാലിയൊക്കെ ഒരു കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നാട്ടുകാരെ കണക്കിലേ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലായി വൈന്നാലേ റാജിയോൻ.
ഞാൻ വെള്ളത്ത് മുങ്ങി വെച്ചിട്ട് ഞാൻ തന്നെ അറിഞ്ഞില്ലേ, വല്ലാത്തൊരു മരിപ്പ് തന്നെ. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച് ചേർത്ത് പൊന്തി കിടക്കണ വീഡിയോ എൻ്റെ മൊബൈലിൽ ഞാൻ കണ്ടതാ. ആ ഇപ്പം മനസ്സിലായി. അന്റെ കുരുത്തം കെട്ട 2 ചങ്ങായിമാരുണ്ടല്ലോ, അബ്ദു സൈനുദ്ദീനും. ഓരൊപ്പിച്ച പണിയാണിത്. ഓര് ഇന്നലെ എന്നോട് ചെയ്ത പണി എന്താണെന്ന് അറിയാൻ എനിക്ക്. ഇജ്ജ് പോയി ചോദിക്ക്. അല്ല, ആ കീറാലെ കാക്കാരോട് ഞാൻ പോയി ചോദിക്കൂല, നിങ്ങൾ തന്നെ പോയി ചോദിച്ചോളി. എന്താക്കാ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് എനക്കെന്തേ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പല സ്ഥലത്തും ഇരിക്കും, അതിന്റെ ഇഷ്ടമാണ്. ഒരു തൊയിലും തരൂല ചാല്. അല്ല, ഇവിടൊക്കെ മീൻ കിട്ടും. ഇതൊക്കെ കുളിക്കുന്ന സ്ഥലല്ലേ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചാ. മീൻ കിട്ടാതെ ഇവിടെ ഒന്ന് തീർക്കാൻ എനിക്ക് വിരാന്തൊന്നുമില്ലല്ലോ. ഇതാ അങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പൊത്തുനിന്ന് 4.5 കിലോ അല്ല മലിഞ്ഞിനെയാണ് ഇന്നലെ ഞാൻ പിടിച്ചത്. ഇന്ന് ഞാനവിടെ ചൂണ്ടലിട്ട് വെച്ചിന്. എനിക്ക് സംശയം ഇവിടെ ഇരിക്ക്. ഞാൻ പോയിപ്പോ പിടിച്ചോന്ന് കാണിച്ചു തരാം. മീൻപിടുത്തത്തിന്റെ കാര്യത്തിലേ കാക്കാനെ വെല്ലാൻ ഈ നാട്ടിൽ ആരുമില്ല. അത് എനിക്കറിയാം. അതിന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അല്ല അക്കാ, നിങ്ങൾ കുറേ നേരം വെള്ളത്ത് മുങ്ങിക്കെടുക്കുന്നു കേട്ടണല്ലോ, ശരിയാണ്? എന്ത് ചോദ്യാണ് ഇതിവിടെ ആർക്കാ അറിയാത്ത? ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് വിശ്വാസമില്ല. കാണണം എനിക്ക്? കാണണോ? എന്നാ ഒന്ന് മുങ്ങി. ഞാൻ മുങ്ങാൻ പോവാണ്. എനിക്ക് എന്നാ ചെയ്യാൻ എണീക്കോ? ഓക്കെ. എണ്ണിക്കോ എണ്ണിക്കോ. എത്രയായി? പോയോ? ആ 2 മക്കളെ തന്നെയാണ് ഞാനീ തെരഞ്ഞെടുക്കുന്നത്. ഓലെന്റെ കൈ കിട്ടിയെങ്കിൽ അടിച്ചിട്ട് 2 കണ്ണി ഞാൻ കലക്കും. ആ വിവരപ്പം തന്നെ ഓലോട് പറഞ്ഞാളാ. നിങ്ങൾ ഓലെ കണ്ണ് കലക്കേ പൊളിക്കേ എന്തെങ്കിലും ചെയ്തോളി. എനിക്ക് വേറെ 4 കണ്ണ് കലക്കാണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നും വേറെ പണിയുള്ളൂ. ഏതായാലും പഠിച്ച തമ്പുരാനെ ഒരു ജീവൻ തിരിച്ചു കിട്ടി. അല്ല, നമ്മുടെ പ്ലാനൊക്കെ എന്തായി? കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മോശമാക്കാൻ പറ്റില്ലല്ലോ. ഒട്ടും മോശമാവരുതിട്ടാ, അതിനാണ് ഈ കളിയൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ കൊടുത്ത ഡോസ് കുറച്ച് കൂടി പോയിണ്. കുഞ്ഞുട്ടി വൈകുന്നേരം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് മുമ്പേ നോ തട്ടി പോവും. അമ്മാതിരി പേടിയാവും പേടിച്ച്. പേടിക്കണോ? നല്ല പേടിക്കണം. ആൾക്കാരെ വട്ടം കറക്കണ പണി ഇഞ്ഞു കുഞ്ഞുട്ടിരിക്കരുത്. നമ്മളെ സുക്കൂർ അപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടത്. ഒരു അൽഫാമും മന്തിയും കേട്ടപ്പോഴേ ഓൻ തലാടി വെച്ചു കൊടുത്ത് ജീവൻ തിരിച്ചിട്ടിയാ മതി നിങ്ങളോട് എത്തിയുടെ. തരികട കളിക്കാറ് ശുക്കൂർ പിടിക്കലാ. പണി പാടാതെ നോക്കണട്ടാ. അഥവാ കല്ല് പൊളിഞ്ഞാല് ഞങ്ങളെ പേര് പറയരുതേ. ചങ്ങായിമാരെ, നമ്മളെല്ലാ കള്ളിയും പൊഴിഞ്ഞ് കുഞ്ഞുട്ടിയൊക്കെ കരിമൂർക്കം വരുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് കള്ളി പുറത്തായോ? എങ്ങനെയാന്ന് പറയാൻ നിന്നാല് എന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. ഞാൻ തടി വെക്കും. ഇജിപ്പോ എന്താ ഗൾഫ് പോണേ? ഇൻഷാല്ല ഒരാഴ്ച കൂടി കഴിഞ്ഞു. അജി പോകുമ്പോ ഇത് പറയണ്ട്. എന്തിയെ? ചെറിയൊരു സാധനം കൊണ്ടുപോകണ്ട്. ഇൻഷാല്ല. ഇത് പറയാൻ നമ്മളെ കുഞ്ഞിട്ടാണല്ലോ. സ്പീക്കറിലിട്. ആ കുഞ്ഞിട്ട് പറയ്. കള്ള ഹാംകളെ, തോന്നിയാസിനൊക്കെ ഒരു അതിര് വേണം. ഒരു മനുഷ്യനെ അങ്ങോട്ട് പറ്റിക്കുക. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ കുഞ്ഞുട്ടിയല്ലടാ. ആ നല്ല പേടിച്ചിടല്ലേ? ഒലക്കന്റെ മൂടാ. പേടിക്കാനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളിട്ടാ. ഞാൻ ആ വാർത്ത കേട്ടപ്പോ തന്നെ അങ്ങാടി കൂടിയൊക്കെ ഇറങ്ങിയേനി. ഓർന്ന് കുഞ്ഞുട്ടിയെ, ഈ എല്ലാരും ഇങ്ങനെ പറ്റിച്ച് പോസ്റ്റ് ആക്കണല്ലേ, ഇതെനക്കൊരു തുടക്കം മാത്രാണ്. ഇനി ആരെങ്കിലും പറ്റിച്ചത് കേട്ടാലേ ഇതിലും വലുതാണ് എനിക്ക് വരാൻ കിടക്കുന്നത്. ഇതെനിക്ക് ലാസ്റ്റ് മരുന്നാണ്. ആയിക്കോട്ടെ ചങ്ങായിമാരെ, നിങ്ങൾക്കുള്ള പണി വേറെ വരുന്നുണ്ട്. ആ കീറാല കാക്കല്ലേ കുട്ടിയാലിയാക്ക, മൂപ്പര് നിങ്ങളെ 2 തെരഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ നല്ലോണം ഒന്ന് കത്തിച്ച് വിട്ടിട്ടുണ്ട്. മൂപ്പരെ ഞാൻ മറന്നാലും ഞാൻ അങ്ങനെ ഓർമ്മാക്കിക്കൊണ്ടിരിക്കും. എടാ, ഇതിപ്പോ അതിലും വലിയ പുലിവാലാവോ? ആ കാക്ക നമ്മളെ 2 തെരഞ്ഞെടുക്കണ്ടെന്ന്.
അപ്പൊ ഒരാഴ്ച ഞാൻ മൂപ്പരെ മുങ്ങി നടക്കേണ്ടി വരും. ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്കാണ്ട് രക്ഷപ്പെടാ. ഞാനെന്താ കാട്ടുക? ആ കാക്കൊരു കീറാലേടാ. അപ്പൊ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കേണ്ടി വരും. ഇജ്ജ് എങ്ങട്ടാ? ഞാൻ വീട്ടിക്ക്. എന്ത് വീട്ടിക്ക്? ഇറങ്ങ 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 ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയ. ഒരു മനുഷ്യനെ ഇക്കോലത്തിൽ പേടിപ്പിക്കരുത്. ഒന്നുമില്ലെങ്കിലും എന്റെ പ്രായത്തിനൊന്നും മാനിക്കണ്ട. ഈ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലല്ലേ ജി? എന്താ കുഞ്ഞുട്ടിയാക്കാ, നിങ്ങൾ അതൊക്കെ ഒരു തമാശാക്കി എടുക്കേ. അങ്ങനെ തമാശയാക്കി എടുക്കൂല. ഈ സ്ഥലം വിടാൻ നോക്കട്ടാ. പക്ഷെ എന്താണ്, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്റെ ഫോൺ ഇങ്ങോട്ട് തരി, ഞാൻ നടന്നു പോയിക്കോളാം. എന്റെ ഫോൺ ഇനി തരുന്നില്ല. ആ ഫോണിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിചാരിച്ച് കണ്ടട്ടാ. പക്ഷെ എന്താണ്, എന്റെ ഫോണ് കേറ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ എന്റെ ചങ്കല്ലേ. സോപ്പ് ഇടൊന്നും വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് വാങ്ങിയുണ്ടോ? ഞങ്ങൾ നേരെ ഹോട്ടലിൽ ഇട്ടോളി, നമുക്ക് അൽഫാമും മന്തി അടിക്കാം.